ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നാൾ മാക്സി കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യണത് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണത് മാക്സി കട്ട് ചെയ്തത്. ഇതിന് ബാക്ക് കഴുത്തോ കട്ട് ചെയ്ത് ഷോൾഡർ, കൈ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കഴുത്ത് ഡിസൈൻ ചെയ്യണം. ഞാനൊരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ഇഞ്ചിൽ 5.5 ഇഞ്ചാണ് ഇറക്കം. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുക. ഇങ്ങനെ നമ്മളെടുത്തിട്ട് ഒന്ന് സാധാരണ ചെയ്യുന്ന പോലെ റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങട് ഇങ്ങനെ ഇതും തന്നെ ഇവിടുന്ന് ഇങ്ങട് ഒരു 2 ഇഞ്ചിൽ നമ്മളിങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക. ഇനി ഈ നെക്കിൻ്റെ ഇവിടുന്ന് എടുക്കണം. ഈ നെക്കിൻ്റെ ഇവിടുന്ന് ഈ കുഴിച്ച് വെട്ടിയതിൻ്റെ അവിടുന്ന് തന്നെ നമ്മൾ എടുക്കണം. അപ്പോഴേ ഇതിങ്ങനെ റൗണ്ടിൽ അളവ് കറക്റ്റ് ആവുള്ളൂ. ഇവിടുന്ന് തന്നെ എടുക്കണം. ഇങ്ങനെ ഇങ്ങനെ തന്നെ എടുക്കണം. ഇങ്ങനെ എടുക്കുക. ഇവിടേക്ക് വരുമ്പോൾ ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട്, കറക്റ്റ് 1.5 ഇഞ്ചാണത്, വിട്ടിട്ട് താഴത്തോട്ടൊരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് താഴെ ഇങ്ങനെ എന്താക്കി ഒന്നിങ്ങോട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയത് കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ഇതൊരു നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈനാണ്. തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. വേണമെങ്കിൽ കുറച്ചും കൂടെ ഇറക്കാം. എന്നിട്ട് നമ്മൾ ഈ കഴുത്ത് ഫസ്റ്റ് അടയാളപ്പെടുത്തിയത് കൂടെ അങ്ങനെ ഒരു റൗണ്ട് നെക്കാണ്. ഇങ്ങനെ അടയാളപ്പെടുത്തിയത് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മളെ ഈ ഇതിൽ നമ്മളിങ്ങനെ ഈ പശ വരുന്ന ഭാഗം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ഈ പശ വരുന്ന ഭാഗം ഇങ്ങനെ വെച്ച് അയൺ ചെയ്യുക. ഇത് കറക്റ്റാണ്. കട്ട് ചെയ്ത് കളയാനൊന്നുമില്ല, കറക്റ്റാണിത്. ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ പശ ഉള്ള ഭാഗം വെച്ചിട്ട് അയൺ ചെയ്യുക. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ഈ അധികമുള്ള പീസ് ഉണ്ടല്ലോ ഇവിടെ ഉള്ളത്, നമുക്കൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ നമുക്ക് അടയാളപ്പെടുത്താം. ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് അടയാളം ഇതാക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മളിതൊരു 1/4 ഇഞ്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ 4 പുറം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇവിടെ ഇതുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. പതുക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക.
നമ്മളിതിങ്ങനെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ചുരിദാർ അല്ല മാക്സിയുടെ ചീത്ത ഭാഗത്ത്, അത് നല്ല ഭാഗത്തല്ല, ചീത്ത ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഉൾവശത്ത്. ഇനി നമ്മളിതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഉൾവശത്ത് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നിങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും അതേപോലെ ഒന്നിങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഈ സെൻറ്ററിൽ കൂടെ ഒന്ന് വരച്ചു. ഒന്നും ഉണ്ടായിട്ടല്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ലെവല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്നിങ്ങനെ പിന്നുണ്ടെന്നുണ്ടെങ്കിൽ, സൂചി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്കേ ഇവിടെ എന്ത് ഇത് പോകാൻ പാടില്ല, ലെവല് പോകാൻ പാടില്ല. ഒന്നിങ്ങനെ കുത്തിക്കൊടുക്കുക. ഇവിടെ ഒന്നിങ്ങനെ കുത്തിക്കൊടുക്കുക. ഈ സൈഡിലും ഇങ്ങനെ കുത്തിക്കൊടുക്കുക. നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അതിൻ്റെ ഉൾവശമാണ് സ്റ്റിച്ച് ചെയ്യുക. ഈ സൈഡിൽ കൂടി ഈ ക്യാൻവാസ് ഇല്ല, ഇതിൻ്റെ ഈ സൈഡിൽ കൂടി അടിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ ഈ സ്റ്റിച്ചിൻ്റെ അപ്പുറത്ത് കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. ഗ്ലാസിൻ്റെ അരിയൂടെ കൂടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ ക്യാൻവാസിൽ കൊള്ളാതെ, സ്റ്റിച്ചിലും കൊള്ളാതെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇനി നല്ല ഭാഗത്തേക്ക് വെച്ച് മറച്ചു കൊടുക്കുക. മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഉൾവശത്ത് വെച്ച് അടിച്ച് ഇങ്ങോട്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് മറച്ചു കൊടുക്കുക. നമുക്കിതിങ്ങനെ 4 പുറം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു പീസ് വെറുതെ വെച്ച് കൊടുക്കുകയാണ്. നമ്മളിതിൻ്റെ സെൻറ്ററിലൊരു പീസ് വെച്ച് കൊടുത്തു കേട്ടോ.
കയ്യിനും ഇങ്ങനെ ഒരു പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. കഴുത്തിൽ വെച്ചതല്ലേ അതേപോലെ. നമ്മൾ ഇതിൽ പൈപ്പിംഗ് ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഈ ലൈസ് ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ എങ്ങനെ വെച്ചിട്ട് വെച്ച് തയ്ച്ചു കൊടുക്കുക. ലൈസൊക്കെ എപ്പോഴും വെക്കുമ്പോൾ മെല്ലെ തയ്ക്കണം. അപ്പോൾ നമ്മളൊരു റൗണ്ട് ലൈസ് വെച്ച് കൊടുത്തു. ഇതിൻ്റെ മുകളിലൊന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഈ സൈഡിൽ കൂടി കൂട്ടിക്കൊടുക്കും. നമ്മളതിന് കൈ വെക്കുകയാണ്. ഈ ജോയിൻ ചെയ്ത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കും. ഇനിയിപ്പോൾ 2 കൈയും വെച്ച് നമ്മളിനി സൈഡ് കൂട്ടിക്കൊടുക്കും. നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. സ്റ്റിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ തയ്ച്ച് നോക്കൂ കേട്ടോ. നമ്മൾ വെറുതെ 300-350 കൊടുത്ത് വാങ്ങുന്നവരെ ഈ പീസിനാകെ 160 രൂപയുള്ളൂ. നമുക്ക് തയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. അതേപോലെ കയ്യിനും ഒരു കറുപ്പ് പീസ്, നമ്മളതിൽ ഏത് പീസാണ് വെച്ചതിന് യോജിക്കുന്നത്, ചുമപ്പോ കറുപ്പോ ബ്രൗൺ അല്ല ചന്ദന കളറോ ഏതാണെങ്കിൽ വെച്ചു. അപ്പോൾ ബൈ.